ശരത്, ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ വി ഡി സതീശനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. നായർ ഈഴവ ഐക്യത്തിന് തടസ്സം നിന്നിരിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നൊരു വിചിത്രമായ വാദവും മുന്നോട്ട് വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ CPM-ന് അനുകൂലമായ പ്രതികരണങ്ങളും വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട്. ശരത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ലേ? സ്മൃതി, അതായത് ഇന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് SNDP ജനറൽ സെക്രട്ടറി പറഞ്ഞു വെച്ചത്, ഒന്ന് ഈ NSS-ഉം SNDP-യും തമ്മിലുള്ള ഐക്യം സംബന്ധിച്ചും, മറ്റൊന്ന് ലീഗിനെയും ഈ വി ഡി സതീഷിനെയും കടന്നാക്രമിക്കാനും കൂടിയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം എന്നുള്ളതാണ്. നമ്മൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. പലതിനും അദ്ദേഹം മറുപടി പറയാനും തയ്യാറായിരുന്നില്ല. മാത്രമല്ല, പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നിലവിലെ പുതിയ സാഹചര്യം, അതായത് NSS-ഉം SNDP-യും സമവായം അല്ലെങ്കിൽ യോജിക്കുന്ന ഐക്യപ്പെടുമ്പോൾ അതിന് പ്രധാന കാരണമായി അദ്ദേഹം പറയുന്നത് സംവരണമാണ് പുതിയ സാഹചര്യത്തിൽ SNDP-യെയും NSS-നെയും യോജിപ്പിക്കുന്നത് പ്രധാന കാരണം. നായർ ഈഴവ ഐക്യത്തിന് ലീഗിന് അസംതൃപ്തിയുണ്ട്. ലീഗ് തന്നെ കൊണ്ടു നടന്നു, ചതിച്ചു. സംവരണത്തിന് വേണ്ടി ലീഗ് നേരത്തെ തന്നെ കൂട്ടുപിടിച്ചു, തന്നെ മുന്നിൽ നിർത്തി ലീഗ് പിന്നിൽ നിന്ന് സംവരണത്തിന് വേണ്ടി സമരങ്ങളും മറ്റു പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിച്ചു. പക്ഷേ പിന്നീട് വന്നപ്പോൾ ലീഗ് തന്നെ ചതിക്കുകയും ഈ ചതി മനസ്സിലായതോടുകൂടിയാണ് പുതിയ സാഹചര്യത്തിൽ പുതിയ സാമുദായിക സമവാക്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചത്. ഇന്ന് നായാടി തൊട്ട് നസ്രാണി വരെ യോജിക്കണമെന്ന ചിന്തയിലേക്ക് എത്തി. താൻ മുസ്ലിം വിരോധിയല്ല. അതേസമയത്ത് എന്തുകൊണ്ട് നായാടി തൊട്ട് നസ്രാണി വരെ എന്നതിനപ്പുറം മുസ്ലിം എന്നൊരു സമുദായത്തെ കൂടി ഉൾപ്പെടുത്തുന്നില്ല എന്നില്ല നമ്മൾ ചോദിച്ചിരുന്നു. അതിന് ഇപ്പോൾ തനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. അങ്ങനെ നിലവിൽ നായാടി തൊട്ട് നസ്രാണി വരെ യോജിക്കണമെന്ന തീരുമാനത്തിലേക്കാണ് വെള്ളാപ്പള്ളി എത്തിയത്. ഒപ്പം ലീഗിന്റെ ഭയന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കമെന്ന ചോദ്യം ചോദിച്ചപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ അതിനും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. പകരം ലീഗിനെയും വി ഡി സതീഷിനെയും രൂക്ഷഭാഷയിൽ ഇന്നും വിമർശിക്കുകയാണ് ചെയ്തത്. ലീഗ് തന്നെ ചതിച്ചു എന്ന് പറയുന്നു. അതിനപ്പുറം വി ഡി സതീഷിനെ ഇന്നലെ പൂത്ത തകര എന്ന വാക്കുപയോഗിച്ചാണ് വി ഡി സതീഷിനെയും വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത്. സതീഷിന് കാന്തപുരം ഉൾപ്പെടെ താക്കീത് നൽകി. താൻ വർഗീയവാദിയാണോ എന്ന് ചെന്നിത്തലയോ അല്ലെങ്കിൽ KC വേണുഗോപാലോ AK ആന്റണിയോ പറയട്ടെ, അവർ പറഞ്ഞാൽ താൻ അംഗീകരിക്കാം. അല്ലാതെ സതീശൻ ഇന്നലെ പൂത്ത തകരയാണ്. സതീശൻ ജനിക്കുന്നതിന് മുമ്പ് തന്റെ അച്ഛന്റെ കയ്യിൽ കാറുണ്ട്. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയത് അത് താൻ ഈഴവനായതുകൊണ്ടല്ല, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് എന്നടക്കം സതീഷിനെ കൂടി കടന്നാക്രമിക്കുന്ന കൂടിയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. താൻ കോൺഗ്രസിനെതിരല്ല, കോൺഗ്രസിന്റെ പ്രസക്തി കുറഞ്ഞതിന് കാരണം താനല്ല. ലീഗ് പറയുമ്പോൾ